ഒരു വയസ്സായ മൂങ്ങ വയ്യാതെ കിടപ്പിലായിരുന്നു. അതിനനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. അതിനെ ചുറ്റി 10-15 എലികളും കിടന്നിരുന്നു. അത് കണ്ട ഒരാൾ അത്ഭുതത്തോടെ നോക്കിയിട്ട്, ഇതെന്താ ഈ മൂങ്ങയെ ചുറ്റി എലികൾ കിടക്കുന്നതെന്ന് പരിശോധിച്ച് ഒരു സത്യം കണ്ടുപിടിച്ചു. വയസ്സായതിനാൽ ഈ മൂങ്ങയ്ക്ക് ഇര പിടിക്കുവാൻ പോകുവാൻ സാധിക്കില്ല. ഇര തേടാൻ ശക്തിയുള്ള മൂങ്ങകൾ വയസ്സനായ മൂങ്ങയുടെ ഭക്ഷണമായിട്ട് എലികളെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പക്ഷികൾ പോലും സ്വന്തം ഇനത്തിൽപ്പെട്ട പക്ഷിക്ക് ഉപകാരം ചെയ്യണമെന്ന് ചിന്തിക്കുന്നു. ഒരു കാക്ക കരഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള കാക്കകളെല്ലാം തന്നെ കരഞ്ഞുകൊണ്ട് അതിൻ്റെ സമീപം വന്നിരിക്കും. മറ്റ് കാക്കകൾക്ക് വലിയ ഉപകാരമൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല, എന്നാലും കൂടെ വന്നിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ആ കാക്കകളെല്ലാം ഒരേ വർഗമാണ്. തൻ്റെ വർഗത്തോട് അവയ്ക്കൊരു സ്നേഹമുണ്ട്. എന്നാൽ മനുഷ്യരായ നമുക്ക് ഈ ഗുണമുണ്ടോ? ബസ്സിൽ നിറവയറോടുള്ള ഒരു ഗർഭിണി നിൽക്കും. ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ഇരിക്കും. എഴുന്നേറ്റ് ആ സീറ്റ് വിട്ടുകൊടുക്കണമെന്ന ചിന്ത പോലും അവർക്കില്ല. ഒരു സഹമനുഷ്യൻ നമ്മിൽ ഒരാൾ കഷ്ടപ്പെടുന്നത് കണ്ടാൽ അവന്റെ പ്രശ്നത്തിൽ അല്പം താങ്ങണമെന്ന ചിന്ത നമ്മിൽ എപ്പോഴും ഉണ്ടാകണം. ലോകം മുഴുവൻ സ്നേഹം പകർന്നു നൽകിയവനാണ് യേശു. സ്നേഹമാണ് സകലത്തിനും വലുതെന്ന് അവൻ പഠിപ്പിച്ചു. ആ സ്നേഹം അവൻ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? ഒരിക്കൽ പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി ചിലർ അവളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ യേശു പറഞ്ഞത് എന്താണെന്നോ? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ആരും അവളെ കല്ലെറിയാതെ ആ ഇടം വിട്ട് ഓരോരുത്തരായി മാറിപ്പോയി. തെറ്റു ചെയ്ത സ്ത്രീയോടുപോലും യേശു എന്തുമാത്രം കരുണയോടെയാണ് പ്രവർത്തിച്ചത്. നാം മറ്റുള്ളവരെ സ്നേഹിച്ച് അവരുടെ കുറ്റം പറയാതെ അവരെ ദുഃഖിപ്പിക്കരുത്. അവരുടെ പ്രയാസവേളയിൽ അവരെ സഹായിക്കണം. ഇങ്ങനെയുള്ള സ്നേഹം നമ്മിലുണ്ടോ?